ആരെ സംബന്ധിച്ചിടത്തോളം വ്യക്തിയാണെങ്കിലും ശരി, പാർട്ടിയായാലും ശരി, രാജ്യമായാലും ശരി, വാശി, അതും അമിതമായ വാശി ഗുണം ചെയ്യില്ല. അവസാനം വാശി മോശമാണ് എന്ന് CPM തിരിച്ചറിഞ്ഞു. സിസയുടെ കാര്യത്തിൽ, ഡോക്ടർ സിസ തോമസിൻ്റെ കാര്യത്തിൽ അവസാനം ഗവൺമെൻറ്റിന് സിസ തോമസ് എന്ന വിദ്യാഭ്യാസ വിചക്ഷണയുടെ മുന്നിൽ മുട്ടുകുത്തേണ്ടി വന്നു എന്നുള്ളതാണ് വാസ്തവം. അതിന് വ്യാഖ്യാനങ്ങൾ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം, പക്ഷേ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞാണ് വാസ്തവം. CPM എന്ന് പറഞ്ഞാൽ അതിശക്തമായ പുരുഷ മേധാവിത്വമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ബംഗാളിലോ കേരളത്തിലോ ത്രിപുരയിലോ ഒരു വനിത മുഖ്യമന്ത്രിയായിട്ടില്ല. പോളിറ്റ് ബ്യൂറോയിൽ നാമമാത്രമായ സാന്നിധ്യം വനിതകളുടെ ഉണ്ടായിട്ടുണ്ട് എന്നതിന് അപ്പുറം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ നയസമീപനങ്ങളിലെ തീരുമാനമെടുക്കുന്നതിൽ കാര്യമായ ഒരു പങ്ക് വഹിക്കത്തക്ക വിധത്തിൽ അർഹമായ പ്രാതിനിധ്യം ഒരിക്കലും CPMൽ സ്ത്രീകൾക്ക് കിട്ടിയിട്ടില്ല. അത് CPM മാത്രമല്ല, അത് കോൺഗ്രസ് എടുത്താലും BJP എടുത്താലും ഒക്കെ ഏതാണ്ടൊക്കെ സമാനമായ ഒരു സാഹചര്യമാണുള്ളതെങ്കിലും കോൺഗ്രസിനേക്കാളിലും BJPയെക്കാളിലും കൂടുതൽ പുരുഷ മേധാവിത്വം യഥാർത്ഥത്തിൽ CPMലുണ്ട് എന്നുള്ളതാണ് ഒരു വാസ്തവം. കാരണം അത് വിപ്ലവകാരികളുടെ പാർട്ടിയാണ്, വിപ്ലവം സ്ത്രീകൾക്ക് പറ്റുന്ന ഇടപാടല്ല എന്നൊക്കെയാണ് ഒരു കാലഘട്ടത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ഫൈറ്റർ വിമാനം പറപ്പിക്കുന്ന വിധത്തിൽ സ്ത്രീകൾ മാറിയിരിക്കുകയാണ്, എല്ലാ രംഗത്തും ഒരു മുൻപന്തിയിൽ നിൽക്കുകയാണ്. ഈ സാഹചര്യമൊക്കെ ഉൾക്കൊണ്ട് ഒരു സ്ത്രീയോടെ മുന്നിൽ സമരസപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന് പറ്റിയ മനോഭാവമുള്ള ആളുകളല്ല CPMൻ്റെ നേതൃത്വം. ഇനിയിപ്പോൾ സിസ തോമസിൻ്റെ കാര്യം തന്നെ നമുക്കെടുക്കാം. കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ VC ആയിട്ട് സിസ തോമസിനെ നിയോഗിക്കുന്നതിൻ്റെ കാരണം ഒരു കാലഘട്ടത്തിൽ യൂണിവേഴ്സിറ്റി VCയുടെ ചില പ്രശ്നങ്ങൾ, VC നിയമനവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ ഉണ്ടായപ്പോൾ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ VC ആയി ഗവർണറുടെ നോമിനി എന്ന നിലയിൽ ഡോക്ടർ സിസ തോമസ് ചുമതലയേറ്റു. സിസ തോമസ് ചുമതലയേറ്റപ്പോൾ മുതൽ CPMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കണ്ണിലെ കരടായി ഡോക്ടർ സിസ തോമസ് മാറി. സിസ തോമസിനെ സംബന്ധിച്ചിടത്തോളം CPM പാർട്ടി നേതൃത്വത്തിൻ്റെ സുഗ്രീവാജ്ഞയെ മറികടന്നാണ് സിസ തോമസ് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ പദവി ഏറ്റെടുത്തത്. അന്നു മുതൽ സിസ തോമസ് CPM നേതൃത്വത്തിൻ്റെ കണ്ണിലെ കരടാണ്. CPM നേതൃത്വം എന്നല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കണ്ണിലെ കരടാണ്. പിണറായി വിജയൻ വളരെ വാശിയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവാണ് എന്ന് നമുക്കറിയാം. നയനാരോ അല്ലെങ്കിൽ EMSോ VS അച്യുതാനന്ദനോ ഒക്കെ ഒരു പരിധിവരെയെങ്കിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും, പക്ഷേ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്തയാളാണ് സഖാവ് പിണറായി വിജയൻ. അപ്പോൾ പിണറായി വിജയനുമായിട്ട് ഫൈറ്റിന് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ സ്ത്രീയല്ല, ഒരു പുരുഷനായാൽ പോലും രണ്ടാമതോ മൂന്നാമതോ അഞ്ചാമതോ ഒന്നുകൂടി ആലോചിച്ചിട്ടേ ചെയ്യുമായിരുന്നുള്ളൂ. ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഗവർണറുടെ പ്രസ്റ്റീജ് പ്രശ്നമായിരുന്നു കേരളത്തിലെ അക്കാഡമിക് രംഗത്ത് നിന്ന് ഒരാളെ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ VC സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. അത് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം മറികടന്ന് തന്നോടൊപ്പം നിൽക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് വളരെ വിശദമായി തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ നോക്കി. അവസാനം അദ്ദേഹം കണ്ടെത്തിയത് ഒരു ധീര വനിതയാണ്, ഡോക്ടർ സിസ തോമസിനെ. ധീര വനിത എന്ന് ഞാൻ പറഞ്ഞത് ഒരു സാധാരണ ഒരു അക്കാഡമീഷ്യന് വന്നെത്തി സുഖമായി ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയും. അത്രമാത്രം കലുഷിതമാണ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, സമരോത്സുകമായ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, നാശോന്മുഖമായി പ്രവർത്തിക്കുന്ന സർവകലാ ജീവനക്കാരുടെ സംഘടനകൾ. അങ്ങനെ കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയും കൃത്യമായ അക്കാദമിക് ഫ്രെയിമിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയും കേരളത്തിലില്ല. അമിതമായ ട്രേഡ് യൂണിയനിസം, അമിതമായ അക്രമോത്സുകമായ വിദ്യാർത്ഥി രാഷ്ട്രീയം, ഇത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാർന്ന് തിന്നാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി. ഒരു കോളേജിൽ നിന്നൊരു പ്രിൻസിപ്പൽ വിദ്യാർത്ഥി നേതൃത്വത്തിൻ്റെ നിർദ്ദേശങ്ങൾ മറികടന്ന് തീരുമാനമെടുത്തൊരു പ്രിൻസിപ്പൽ റിട്ടയർ ചെയ്തപ്പോൾ ആ പ്രിൻസിപ്പലിൻ്റെ ശവകുടീരം തീർത്ത വിദ്യാർത്ഥി സംഘടനയാണ് SFI. ആ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി, അതിന് ശേഷം അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ബേബി പറഞ്ഞത് അത് ആർട്ട് ഇൻസ്റ്റലേഷനാണെന്നാണ്. ആലോചിക്കണം, ഒരു പാർട്ടിയുടെ മൂല്യച്യുതിയും ധാർമ്മികമായ അധപ്പതനുമൊക്കെ
ബേബിയൊക്കെ വിചാരിച്ചിരിക്കുന്നത് പഴയ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിലുള്ളതെന്നാണ്. ബേബി ആരാണ്, ഈ ഇൻസ്റ്റലേഷൻ തീർത്തവരാരാണ് എന്നൊക്കെ കൃത്യമായി കേരള സമൂഹത്തിന് അറിയാം. അതുകൊണ്ടാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭവിക്കുന്ന ദുര്യോഗങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ആ പാർട്ടിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഇന്ന് കോളേജിൽ നിന്നും റിട്ടയർ ചെയ്ത് പോയ ഒരു അധ്യാപികയുടെ ഒരു പ്രിൻസിപ്പലിൻ്റെ ശവകുടീരം തീർത്ത ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടന, അവരെ മുന്നറിയിപ്പ് കൊടുത്തു, സിദ്ധാർത്ഥ് തോമസിനെ ഒരു കാരണവശാലും VC-യുടെ ഓഫീസിൽ കയറ്റില്ല, ആ കസേരയിൽ സുരക്ഷിതമായി ഇരിക്കാൻ അനുവദിക്കില്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സിറ്റി ജീവനക്കാരുടെ സംഘടന അവരുടെ സംഘടനയാണ്. VC പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ജീവനക്കാരെ അനുസരിക്കില്ല. യൂണിവേഴ്സിറ്റി ജീവനക്കാരെ അനുസരിക്കണമെങ്കിൽ AKG സെൻറ്ററിൽ നിന്ന് പറയണം, VC-യുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞാൽ അനുസരിക്കില്ല. അങ്ങനെ എല്ലാം പ്രതികൂലമായ സാഹചര്യം. അസാധാരണമായ ഒരു സാഹസികയെ പോലെയാണ് ഡോക്ടർ സിദ്ധാർത്ഥ് തോമസ് യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറുടെ കസേരയിലേക്ക് എത്തിയത്. അവരെ യൂണിവേഴ്സിറ്റിയിൽ കാറിൽ എത്തുന്നിടം തൊട്ട് വൈസ് ചാൻസലറുടെ ഓഫീസിൽ എത്തുന്നിടം വരെ കടുത്ത പോലീസ് കാവലിലാണ് പോയത്. ഒരുപാട് ആക്രോശങ്ങൾ കേട്ടു, ഭീഷണിപ്പെടുത്തലുകൾ ഉണ്ടായി, കൊല്ലുമെന്ന് പറഞ്ഞു. ഒരുപാട് ഭീഷണികളെ അവർക്ക് നേരിടേണ്ടി വന്നു. നമ്മളൊന്ന് ആലോചിക്കണം, KR ഗൗരിയമ്മയ്ക്ക് അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ട് നമുക്കറിയാം. കേരളം കണ്ട അസാധാരണ ഇച്ഛാശക്തിയുള്ള രാഷ്ട്രീയ പ്രവർത്തകയാണ് ഗൗരിയമ്മ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ കാലം തൊട്ട് പാർട്ടിയുടെ തീയിൽ കുരുത്ത് വളർന്നു വന്ന ഗൗരിയമ്മയ്ക്ക് പോലും പാർട്ടി നേതൃത്വത്തിൻ്റെ കടുത്ത എതിർപ്പിനെ അതിജീവിക്കാൻ ബുദ്ധിമുട്ട് വന്നു. പക്ഷേ അതിജീവിച്ചു, അത് വേറെ കാര്യം. അത് ഗൗരിയമ്മയുടെ ഇച്ഛാശക്തി കൊണ്ട് അവർ നേടിയെടുത്ത ഒരു നേട്ടമാണ്. ഗൗരിയമ്മ ഒരിക്കലും പാർട്ടി നേതൃത്വത്തിൻ്റെ മുന്നിലെ മുട്ടുകുത്തിയില്ല. ഗൗരിയമ്മ പാർട്ടി നേതൃത്വത്തിനെ വെല്ലുവിളിച്ചു. നിസ്സാരമായ കാര്യത്തിൻ്റെ പേരിലാണ് ഗൗരിയമ്മയെ CPM പുറത്താക്കുന്നത്. വളരെ നിസ്സാരമായ കാര്യത്തിന് ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞാണ്. ഇന്ന് സാധാരണ പാർട്ടി നേതാക്കന്മാർ പോലും പാർട്ടി പ്രവർത്തകർ പോലും എത്രയോ പ്രാവശ്യം പാർട്ടി നേതൃത്വത്തെ വെല്ലുവിളിച്ചിരിക്കുന്നു. അവരെ ആരെയും പുറത്താക്കുന്നില്ല. ഇന്ന് പുറത്താക്കാൻ അനുകൂലമായ സാഹചര്യമല്ല ഉള്ളത്. അന്ന് EMS ആയിരുന്നു. EMSന് അത് കഴിയുമായിരുന്നു. പക്ഷേ EMSനെ ഗൗരിയമ്മയെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. EMS പറഞ്ഞത് ഗൗരിയമ്മ പാർട്ടി വിട്ടു പോയാൽ ഒരു പട്ടി പോലും ഗൗരിയമ്മയുടെ കൂടെ പോവില്ല എന്ന് പറഞ്ഞു. ഒരു പറ്റി പാർട്ടിയെ ചലിപ്പിക്കാൻ ഗൗരിയമ്മ കഴിഞ്ഞില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. പക്ഷേ പുറത്തു പോയ ഗൗരിയമ്മ വീണ്ടും തിരിച്ച് കേരള രാഷ്ട്രീയത്തിലേക്ക് വന്ന് മന്ത്രിയായിട്ടാണ്. ഗൗരിയമ്മ മരിക്കുന്നിടം വരെ അവരുടെ ഇച്ഛാശക്തി അതുപോലെ നിലനിർത്തി പാർട്ടി വെല്ലുവിളികളെ അതിജീവിച്ച് തന്നെയാണ് ഗൗരിയമ്മ പോയത്. അത് ഗൗരിയമ്മയുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ അതായിരുന്നു. അതിന് കരുത്തും തൻ്റെയോടുമുള്ള സ്ത്രീയായിരുന്നു ഗൗരിയമ്മ. പക്ഷേ സിദ്ധാർത്ഥ് തോമസ് അങ്ങനെയല്ല. ഡോക്ടർ സിദ്ധാർത്ഥ് തോമസ് വളരെ സൗമ്യയായ സ്ത്രീയാണ്, ഒരു വീട്ടമ്മയാണ്. അക്കാദമിക് രംഗത്ത് പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും പാഠ്യപ്രവർത്തനം ഒക്കെയായിട്ട് ജീവിച്ച ഒതുങ്ങിയ ഒരു സ്ത്രീയാണ് ഡോക്ടർ സിദ്ധാർത്ഥ് തോമസ്. ആ സിദ്ധാർത്ഥ് തോമസ് ഈ വെല്ലുവിളിയെ നേരിടാൻ കാണിച്ച ഇച്ഛാശക്തി അസാധാരണമായിരുന്നു, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഒരു പുരുഷനെ കൊണ്ട് എന്തായാലും സിദ്ധാർത്ഥ് തോമസ് കാണിച്ചതുപോലെയുള്ള തൻ്റെ ഇടം ധീരത കാണിക്കാൻ പറ്റില്ല. അങ്ങനെ സിദ്ധാർത്ഥ് തോമസിനെ അതുകൊണ്ട് തന്നെ അവർക്ക് പെൻഷൻ കൊടുത്തില്ല, അവർക്ക് അർഹപ്പെട്ട ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടില്ല. ഓരോ ഇഞ്ചും സിദ്ധാർത്ഥ് തോമസ് ഫൈറ്റ് ചെയ്ത് തന്നെ വാങ്ങിച്ചു. അവരുടെ ആനുകൂല്യങ്ങളൊക്കെ സിദ്ധാർത്ഥ് തോമസ് വാങ്ങിച്ചത് ഹൈക്കോടതിയിൽ കേസ് കൊടുത്താണ്. ഒരിഞ്ച് വിട്ടുവീഴ്ച ചെയ്യാൻ സിദ്ധാർത്ഥ് തോമസ് തയ്യാറായില്ല. സത്യത്തിന് ഈ ഡോക്ടർ സിദ്ധാർത്ഥ് തോമസ് എന്ന് പറയുന്ന ആൾ, ആ സ്ത്രീ ഒരു പ്രസ്ഥാനത്തെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏകശിലാരൂപത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കുന്ന കടുത്ത പിടിവാശിക്കാരനായ പിണറായി വിജയൻ എന്ന പാർട്ടി നേതാവിനെ, ഇതിനെയൊക്കെ വെല്ലുവിളിച്ചാണ് സിദ്ധാർത്ഥ് തോമസ് മുന്നോട്ട് പോയത്. ആ സിദ്ധാർത്ഥ് തോമസിനെ വിടാൻ BJP തയ്യാറായില്ല. പ്രത്യേകിച്ച് ഒരുപക്ഷെ ഞാൻ കരുതുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഒരു ഇടപെടലും ഇതിൽ ഉണ്ടായേക്കാം. ഒരാപത്ത് കാലത്ത് ഗവർണറോടൊപ്പം നിന്ന ഡോക്ടർ സിദ്ധാർത്ഥ് തോമസിനെ എന്ത് വില കൊടുത്തും ഏതറ്റം വരെ പോയാലും ശരി സംരക്ഷിക്കും എന്ന് RSSകാരൻ കൂടിയായ ഇപ്പോഴത്തെ ഗവർണർ ആർലേക്കർ തീരുമാനിച്ചു എങ്കിൽ അതിൽ അത്ഭുതത്തിന് അവകാശമില്ല. BJPയും കടുത്ത കേഡർ പാർട്ടിയാണ്. അവർ ആപത്ത് കാലത്ത് പാർട്ടിയോടൊപ്പം നിന്ന സിദ്ധാർത്ഥ് തോമസിനെ സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോകുമെന്നും ഗവർണർ ആർലേക്കർ തെളിയിച്ചു. അപ്പം ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാലഘട്ടത്തിൽ തുടങ്ങി വെച്ച ഒരു യുദ്ധം ആർലേക്കറുടെ കാലഘട്ടത്തിൽ അവസാനിക്കുകയാണ്. സിദ്ധാർത്ഥ് തോമസിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ
ഗവൺമെൻറ് തയ്യാറായപ്പോഴാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് ഡോക്ടർ സജി ഗോപിനാഥിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ഗവർണറും തയ്യാറായത്. ഇതിന് തയ്യാറായിരുന്നില്ലെങ്കിലോ എന്താണ് സംഭവിക്കുന്നത്? VCയെ നിയമിക്കുന്നത് ചാൻസലറാണ്. അത് കോടതിയിൽ പോയി തീരുമാനിക്കുന്ന കാര്യമൊന്നുമല്ല. സുപ്രീം കോടതി ഒരു വാശിക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും സുപ്രീം കോടതിയുടെ ചില വിധികളൊക്കെ എത്രയോ അപഹാസ്യമായ വിധികളാണ് സുപ്രീം കോടതി വന്നുകൊണ്ടിരിക്കുന്നത്. ഗവർണർ ഇത്രാം തീയതി ഇത്ര മണിക്ക് മുമ്പ് ഓർഡിനൻസിൽ ഒപ്പുവെച്ചിരിക്കണം, അല്ലെങ്കിൽ ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന ബില്ലിൽ ഒപ്പുവെച്ചിരിക്കണം, പ്രസിഡന്റ് 3 മാസത്തിനകം ബില്ലിൽ ഒപ്പുവെക്കാതെ പോകരുതെന്നൊക്കെ പറഞ്ഞ മഹാന്മാരുണ്ട്. അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലോ അവജ്ഞയുടെ കഥാപാത്രങ്ങളുമായിട്ട് മാറുന്ന, ജുഡീഷ്യറിക്ക് അപമാനമായിട്ട് മാറാവുന്ന ചില വിധികളൊക്കെ പ്രസ്താവിച്ചിട്ട് പുറത്തു പോകുന്ന ചില ജന്മങ്ങളുണ്ട്. അവരങ്ങനെ അങ്ങ് പോകും. വീണ്ടും വീണ്ടും ചരിത്രം എഴുതും. ഇത്തരം സാധനങ്ങൾ, ഇത്തരം വിധിന്യായങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട് എന്ന് പരിഹാസത്തോടെ, അവജ്ഞയോടെ, പുച്ഛത്തോടെ വരുന്ന തലമുറയ്ക്ക് ഓർമ്മിക്കാൻ കഴിയുന്ന ചില വിധിന്യായങ്ങൾ എഴുതിയിട്ട് പോകുന്നവരെ കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. അപ്പോൾ ആ സമയത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഫൈറ്റിൽ മുഖ്യമന്ത്രി വിട്ടുവീഴ്ച ചെയ്തു, അങ്ങനെ ചെയ്യാൻ പാടില്ല, സമരസപ്പെട്ടത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് പാർട്ടി നേതൃത്വത്തിലെ പല ഉന്നതന്മാരും മുഖ്യമന്ത്രിക്ക് എതിരെ സംസാരിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇതല്ലാതെ മറ്റൊരു വിട്ടുവീഴ്ചയ്ക്ക് മാർഗം ഉണ്ടായിരുന്നില്ല. കാരണം ചാൻസലർ തന്നെയാണ് വൈസ് ചാൻസലറെ നിയമിക്കുന്നത്. അത് മറികടക്കാൻ കോടതിക്കും കഴിയില്ല. കോടതി ഒരു വൈസ് ചാൻസലറെ നിയമിച്ചാൽ ആ വൈസ് ചാൻസലറുടെ നിയമനത്തിനൊന്നും കാര്യമായ സാധ്യതയൊന്നുമില്ല. മുഖ്യമന്ത്രിയും ഗവർണറുമായി തർക്കമുണ്ടായാൽ ഗവർണറുടെ തീരുമാനമാണ് ആത്യന്തികമായിട്ട് നിൽക്കുന്നത്. അതിനൊരു തർക്കമുള്ളൊരു കാര്യമല്ല. ഇതേ കാര്യം തന്നെയാണ് കൽക്കട്ടയിലും നടന്നത്, കൽക്കട്ട യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ നടന്നത്, ബംഗാളിലും നടന്നത്. ഇതേ ഫൈറ്റ് തന്നെയാണ് ആനന്ദബോസും മമതാ ബാനർജിയുമായിട്ടും നടന്നത്. എന്തായാലും ശരി, ഈ യുദ്ധം അവസാനിക്കുമ്പോൾ ധീരമായ തീരുമാനമെടുക്കാൻ കഴിഞ്ഞ, ഇച്ഛാശക്തിയോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ തരത്തിലുള്ള അക്രമങ്ങളെയും അധിക്ഷേപങ്ങളെയും ഭീഷണികളെയും നേരിട്ട ഡോക്ടർ സിസ തോമസ് എന്ന ധീരവനിത ഒരുപക്ഷെ ഝാൻസി റാണി നടത്തിയതിനേക്കാൾ സാഹസികമായൊരു യുദ്ധമാണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടത്തിയത്. ആ യുദ്ധം സിസ തോമസിൻ്റെ വിജയത്തിൽ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. പിന്നെ ഒരു സാധാരണ ഒരു പൗരൻ എന്നുള്ള നിലയിൽ എൻ്റെ ഏക ദുഃഖം 31 ലക്ഷം രൂപയാണ് ഈ നിയമയുദ്ധത്തിൻ്റെ പേരിൽ തുലച്ച് കളഞ്ഞത്. 31 ലക്ഷം രൂപ സർക്കാർ ലാഭിച്ചായിരുന്നെങ്കിൽ കുറഞ്ഞ 10 വീടുകളെങ്കിലും ലൈഫ് പദ്ധതിയിൽ കൊടുക്കാൻ പറ്റുമായിരുന്നു. ലൈഫ് പദ്ധതിയിൽ കുറേ പാവങ്ങൾക്ക്, എത്രയോ ആളുകൾക്ക് ധനസഹായം കിട്ടാൻ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ധനസഹായത്തിന് ഉപയോഗിക്കാമായിരുന്നു. ഒരു ഗുണവുമില്ലാതെ, ഗവൺമെൻറ് ഒരു ഗുണവുമില്ലാതെ 31 ലക്ഷം രൂപ വെറുതെ തുലച്ച് കളഞ്ഞു എന്നുള്ളതിനപ്പുറം ഈ നിയമയുദ്ധം കൊണ്ട് ഒരു നേട്ടവും പാർട്ടിക്ക്, ഗവൺമെൻറ്റിന് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇത് തെളിയിക്കുന്ന ഒരു കാര്യം, ഇച്ഛാശക്തിയുള്ള ഒരു സ്ത്രീക്ക് നിയമപരമായി എടുക്കുന്ന തീരുമാനം ശരിയാണ് എന്ന് മനസാക്ഷിക്ക് ബോധ്യമുള്ള ഒരാൾക്ക് ഒരു ഗവൺമെൻറ്റിന് മുന്നിലും വഴങ്ങേണ്ട കാര്യമില്ല. രാജ്യത്ത് കൃത്യമായ നിയമങ്ങളുണ്ട്. ആ നിയമം അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഏതൊരു പൗരനും ഏത് കസേരയിലിരുന്നും തീരുമാനമെടുക്കാൻ കഴിയും. ഇരിക്കാൻ പറഞ്ഞാൽ മുട്ടുകാലിൽ നിൽക്കുന്ന IAS ഓഫീസർമാരും IPS ഓഫീസർമാരുമാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. മന്ത്രി മനസ്സിൽ വിചാരിക്കുന്നത് കടലാസിൽ എഴുതി കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് സെക്രട്ടേറിയറ്റിലുള്ളത്. അപൂർവമായ ചില ഉദ്യോഗസ്ഥന്മാർ തീർച്ചയായിട്ടും കണ്ടേക്കാം, B അശോകിനെ പോലെ അല്ലെങ്കിൽ N പ്രശാന്തിനെ പോലെ ഈ വിളച്ചിലുമൊക്കെ ആയിട്ട് ചെന്നാൽ പോയി ജോലി നോക്കാൻ പറയുന്ന ആളുകളുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവരെത്രയോ ചുരുക്കമാണ്. നമ്മൾ ആ സെക്രട്ടേറിയറ്റിലെ ഹാഫ് ഡോറിൻ്റെ പിന്നിലെ ഒരുപാട് ആത്മാക്കൾ IAS കിട്ടിയ അവിടെ ഇരിപ്പുണ്ട്. അവരെ ആരെയും നമ്മൾ അറിയില്ല. നമുക്കറിയാവുന്നത് B അശോകിനെയും N പ്രശാന്തിനെയും നമ്മൾ അറിയുന്നത് അവർ ഫൈറ്റേഴ്സ് ആയണ്ട, അവർ ഫൈറ്റ് ചെയ്യാൻ തയ്യാറായ ആളുകളുണ്ട്. അതുപോലെ ഫൈറ്റ് ചെയ്യാൻ തയ്യാറായ ഒരാളാണ് സിസ തോമസ്. എന്തായാലും ശരി, ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, സിസ തോമസിന് മുന്നിൽ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ്റും അതിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും കീഴടങ്ങി എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ സിസ തോമസിനെ അനുമോദിക്കാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ.
ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.